أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تقولوا راعنا وقولوا انظرنا واسمعوا وللكافرين عذاب أليم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറത്തുൽ ബഖറയിലെ 105-ാമത്തെ വചനമാണ് നിങ്ങൾ ഇപ്പോൾ ശ്രവിച്ചത്. അർത്ഥം: സത്യവിശ്വാസികളെ, നിങ്ങൾ പ്രവാചകനെ അഭിസംബോധന ചെയ്തുകൊണ്ട് റായിന എന്ന് പറയരുത്, ഉന്ദുർന എന്ന് പറയുകയും ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യുക. ഓർമ്മിക്കുക, സത്യനിഷേധികൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ഇവിടെ അള്ളാഹു മുസ്ലിങ്ങളെ ഇക്കാര്യം ഉണർത്താനുള്ള കാരണം, ജൂതന്മാർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലഘട്ടത്തിൽ രണ്ട് വിധത്തിൽ മുസ്ലിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരിൽ പ്രശ്നങ്ങളുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഒന്ന് ബാഹ്യമായും മറ്റൊന്ന് ആന്തരികമായും. ആന്തരികമായി ഈ വിധത്തിൽ, അതായത് മുസ്ലിങ്ങളെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് പിന്തിരിപ്പിക്കാനും അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബഹുമാനവും ആദരവും കുറക്കാനും വേണ്ടി അവർ ശ്രമിച്ചിരുന്നു. അതുപോലെ ബാഹ്യമായ വിധത്തിൽ ഇസ്ലാമിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി പുറത്തു നിന്നുള്ളവരെയും, ഏതുവരെയെന്നാൽ മറ്റ് ഭരണകൂടങ്ങളെ പോലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ ഇളക്കിവിടാൻ അവർ ശ്രമിച്ചിരുന്നു. മുസ്ലിങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി അവർ പല തരത്തിലുള്ള തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നു. മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുമ്പോൾ ഉടനടി ബന്ധപ്പെടുകയും ക്ഷേമാന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ മുസ്ലിങ്ങളല്ല, തങ്ങളാണ് മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ അവരെ ശ്രദ്ധിക്കുന്നതെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയും മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിനോടുള്ള താല്പര്യം കുറക്കുന്നതിനു വേണ്ടിയും അവർ ശ്രമിച്ചിരുന്നു. കൂടാതെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സുകളിൽ വന്നുകൊണ്ട് ദ്വയാർത്ഥ പദങ്ങൾ ഉപയോഗിച്ച് സംസാരിക്കുമായിരുന്നു. അതിൽ മോശമായതും നല്ലതുമായ അർത്ഥം ഉൾക്കൊണ്ടിരുന്നു. അങ്ങനെ മുസ്ലിങ്ങളും ആ പദങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി, അങ്ങനെ മുസ്ലിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവും ബഹുമാനവും സാവകാശം ഇല്ലാതാവുന്നതിനും അവരും, അതായത് മുസ്ലിങ്ങളും അപമര്യാദയോടുകൂടി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പെരുമാറുന്നവരായി തീരുന്നതിനും വേണ്ടിയും അവർ ശ്രമിച്ചിരുന്നു. കൂടാതെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപഹാസ്യപ്പെടുത്തുന്നതിന് വേണ്ടി ചിലപ്പോൾ നിരർത്ഥകമായ ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. ഉദാഹരണത്തിന് ഇബ്രാനിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തെളിവ് ചോദിച്ചുകൊണ്ട് അങ്ങനെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത്തരം വിഷയങ്ങളിലൊന്നും തന്നെ അറിവില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് പരിഹസിക്കുന്നതിനും മുസ്ലിങ്ങൾക്ക് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആത്മാർത്ഥതയും ആദരവും കുറക്കുന്നതിനും വേണ്ടിയും അവർ ശ്രമിച്ചിരുന്നു. എന്നാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് അറിവില്ലാത്ത കാര്യത്തെ സംബന്ധിച്ച് എനിക്ക് അതിനെക്കുറിച്ച് അറിവില്ല എന്ന് തന്നെ പറയാറുണ്ടായിരുന്നു. ഒരിക്കൽ ജനങ്ങൾ ഈന്തപ്പനയുടെ പൂമ്പൊടി മറ്റ് പനകളിലേക്ക് ഇടുകയായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ വളരെ കാലം മുതൽ തന്നെ ഇങ്ങനെ ചെയ്തു വരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ അവർ അതിൽ നിന്നും പിന്മാറി. ആ വർഷം ഫലവും കുറവായിരുന്നു. അതറിഞ്ഞപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും ഒരു മനുഷ്യനാണ്. ഞാൻ വല്ല ദീനീ കാര്യവും പറയുമ്പോൾ നിങ്ങളത് സ്വീകരിക്കുക, കാരണം അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. എന്നാൽ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നതെങ്കിൽ മനസ്സിലാക്കുക, ഞാനും നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. അതായത് തനിക്ക് അറിവില്ലാത്ത കാര്യമാണെങ്കിൽ അത് വ്യക്തമാക്കുന്നതിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തന്നെ മടി കാണിച്ചിരുന്നില്ല. എന്നാൽ യഹൂദികൾ മുസ്ലിങ്ങൾക്കിടയിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദ്യനാക്കുക എന്ന ഉദ്ദേശത്തിലാണ് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത്. എന്നാൽ അവരുടെ ഉദ്ദേശത്തെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു തന്നെ അറിവ് നൽകുമായിരുന്നു. ചിലപ്പോൾ അവർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുന്ന വിധത്തിലുള്ള പദപ്രയോഗങ്ങൾ നടത്തുമായിരുന്നു. ചില സന്ദർഭങ്ങളിൽ യഹൂദികൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിന് പകരം അസ്സാമു അലൈക്കും എന്ന് പറയുമായിരുന്നു. കേൾക്കുന്നവർ അത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ സലാം പറയുന്നതാണെന്ന് ധരിക്കും. എന്നാൽ അവരുടെ ഉദ്ദേശം സാം എന്നായിരുന്നു, അതായത് നിങ്ങൾക്ക് നാശം. ഒരിക്കൽ ഒരു യഹൂദി അപ്രകാരം പറഞ്ഞപ്പോൾ ഹസ്രത്ത് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ കേൾക്കുകയും ശോഭിച്ചുകൊണ്ട് അലൈക്കുമുസ്സാമ വൽ ആന എന്ന് തിരിച്ചു മറുപടി പറയുകയും ചെയ്തു. അതായത് ശാപവും നാശവും നിങ്ങൾക്കുമുണ്ടാവട്ടെ.
അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, കാഠിന്യത്തോടു കൂടി പെരുമാറരുത്. അള്ളാഹു ആർദ്രതയുള്ളവനാണ്, ദയയുള്ളവനാണ്. അപ്പോൾ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ആ യഹൂദി എന്താണെന്ന് പറഞ്ഞതെന്ന് താങ്കൾ കേട്ടില്ലേ? അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന് ഞാനെന്താണ് മറുപടി പറയാറുള്ളതെന്ന് നീയും കേൾക്കാറില്ലേ? ഞാൻ അലൈക്കും എന്ന് മാത്രമാണ് പറയാറുള്ളത്. എന്നതുപോലെ യഹൂദി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സദസ്സിൽ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ശ്രദ്ധ തിരിക്കുന്നതിന് ഉൻദുർന എന്ന് പറയേണ്ടതിന് പകരം റായിന എന്നാണ് പറയാറുണ്ടായിരുന്നത്. അതായത് ഞങ്ങളെ അനുകമ്പയോടെ വീക്ഷിക്കുക. എന്നാൽ അതും വ്യക്തമായി പറയാതെ അസഭ്യമാകുന്ന വിധത്തിലാണ് പറയാറുള്ളത്. അവരുടെ ഇത്തരത്തിലുള്ള വളച്ചൊടിച്ചുള്ള സംസാരത്തെപ്പറ്റി സൂറത്തു നിസായിലും പരാമർശമുണ്ട്. സൂറത്തു നിസായിൽ അല്ലാഹു പറയുന്നു, വയഖൂലൂന സമഅനാ വഅസൈനാ വസ്മഅ ഗൈറ മുസ്മഈൻ വറാഇനാ ലയ്യം ബി അൽസിനതിഹിം വതഅനം ഫിദ്ദീൻ. അതായത് അവർ പറയുന്നു, ഞങ്ങൾ കേൾക്കുകയും ധിക്കരിക്കുകയും ചെയ്തു. ദൈവവചനം നിനക്ക് കേൾപ്പിക്കപ്പെടാത്ത നിലയിൽ നീ ഞങ്ങളുടെ വാക്ക് കേൾക്കുകയും ഞങ്ങളെ നീ പരിഗണിക്കുകയും ചെയ്യുക. അവരുടെ നാവുകളെ വളച്ചു തിരിച്ചുകൊണ്ടും മതവിശ്വാസത്തെ കുത്തിപ്പറഞ്ഞുകൊണ്ടുമാണ് അവർ ഇങ്ങനെ പറയുന്നത്. അതായത് അവർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സിൽ വന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ നാവ് വളച്ചൊടിച്ച് ദ്വയാർത്ഥം വരുന്ന വിധത്തിലായിരുന്നു സംസാരിക്കാറുണ്ടായിരുന്നത്. അതിനൊരു ഉദാഹരണമാണ് അല്ലാഹു ഈ ആയത്തിലും പരാമർശിച്ചിരിക്കുന്നത്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.